വെൽക്കം ടു സ്റ്റോറി മങ്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് പിന്നാലെ പാർട്ടിയുടെ തകർച്ച കൂടി നേരിടുന്ന മമതാ ബാനർജി കോൺഗ്രസ് ലീഡർഷിപ്പുമായി വലിയ അടുപ്പം അവർ കാണിക്കുന്നു. സോണിയാഗാന്ധിയെ ആശ്ലേഷിക്കുന്ന മമതാ ബാനർജിയുടെ ചിത്രം പുറത്തേക്ക് വരുന്നു. മമത കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമോ എന്ന ചർച്ച ഉണ്ടാകുന്നു. കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ ലയനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. RSSൻ്റെ ഐഡിയോളജിയുമായി ഏറ്റവും അധികം കൺസിസ്റ്റൻ്റായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ മതിയാകും എന്ന മട്ടിൽ കോൺഗ്രസ് നേതൃത്വം സംസാരിക്കുന്നു. മമത കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് ഗുണകരമാകുമോ? ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് TMC ഒരുപക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പോയേക്കാം. കാരണം നിയമസഭാ കക്ഷിയിൽ 58 MLA-മാർ വിമതരായി മാറി നിൽക്കുന്നു. ലോക്സഭയിലെ MP-മാരിൽ 20 പേർ വിമതപക്ഷത്ത് നിൽക്കുന്നു. രാജ്യസഭയിലെ TMC MP-മാർ രാജിവെച്ച് തിരിച്ചു പോരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ പാർട്ടി പോലും മമതയുടെ കയ്യിൽ നിന്ന് പോയേക്കാം എന്നുള്ളൊരവസ്ഥയുണ്ട്. അവർക്ക് 1997 പുറത്താക്കിയ കോൺഗ്രസിലേക്ക് 1997 മമതയെ കോൺഗ്രസ് പുറത്താക്കുന്നത്. 98 അവർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നു. മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാധ്യത മമതയെ സംബന്ധിച്ച് അത് എത്രത്തോളം? ഒന്ന്, രാജീവ് പറഞ്ഞതുപോലെ മമതാ ബാനർജി ഒരു അസ്തിത്വപരമായ നിലനിൽപ്പിൻ്റെതായൊരു പ്രതിസന്ധി നേരിടുകയാണ്. അത് TMCയുടെ പ്രതിസന്ധിയോ മമതാ ബാനർജിയുടെ വ്യക്തിഗതമായ പ്രതിസന്ധിയോ അല്ല, ബംഗാൾ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു സ്വഭാവവും പ്രതിസന്ധിയുമാണിത്. പരാജയപ്പെടുന്ന സഖ്യത്തെ തീർത്തും ആ പ്രതലത്തിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുക, പിന്നീട് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാതിരിക്കുക എന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയമാണ് ബംഗാളിൽ കാലങ്ങളായി നടക്കുന്നത്. കോൺഗ്രസ് തോൽക്കുന്നു, പിന്നെ കോൺഗ്രസ് അപ്രസക്തമായി പോകുന്നു. CPM തോൽക്കുന്നു, പിന്നെ അത് അപ്രസക്തമായി പോകുന്നു. ആ വിധത്തിൽ. എന്നാൽ കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ മമതാ ബാനർജിയെ പോലുള്ള ഒരു നേതാവ് അവരുടെ കൂടെ നിലവിലുള്ള നേതാക്കളോടൊപ്പം കോൺഗ്രസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ, കോൺഗ്രസ് അതിന് പ്രിപ്പയർഡ് അല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ്സിനകത്ത് അതൊരു പുതിയ എനർജിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, സോണിയാഗാന്ധിയുണ്ട്. പക്ഷേ അതൊരു ആ കുടുംബത്തിൽ നിന്നുള്ള നേതാക്കന്മാർ എന്നതിനപ്പുറത്ത് ഒരു അടിസ്ഥാന തലത്തിൽ രാഷ്ട്രീയം നടത്തി നേതാക്കളായ ആളുകളല്ല എന്ന് തന്നെ പറയാം. സ്വാഭാവികമായി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള നേതാക്കൾ എന്ന മട്ടിൽ വരുന്നതാണ്. മറ്റ് നേതാക്കളുടെ കാര്യമെടുത്താൽ അവരും ഇപ്പം ഒരുപക്ഷെ KC വേണുഗോപാലായിരിക്കും ഗ്രൗണ്ടിൽ രാഷ്ട്രീയം കളിച്ചെത്തിയവരിൽ ഏറ്റവും. ബാക്കിയുള്ള ആളുകളെല്ലാം നേതൃത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ആളുകളാണ്. ആ വിധത്തിലുള്ള സ്ട്രീറ്റ് പൊളിറ്റിക്സ് ചെയ്ത് നേതൃതലത്തിലെത്തിയ നേതാക്കളുടെ കുറവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. മമതാ ബാനർജി നേരെ തിരിച്ചാണ്. മമതാ ബാനർജി ഏറ്റവും അടിത്തട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അത്തരത്തിലുള്ള കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു എന്നൊരു ഘട്ടത്തിൽ അതിനോട് കലഹിച്ച് പുറത്തുപോയി അതേ എനർജിയിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് രംഗത്ത് പിടിച്ചു നിന്ന ആളാണ്. ഇപ്പോൾ 97 മമതാ ബാനർജി കോൺഗ്രസ്സിൽ നിന്ന് പിണങ്ങിയത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു പിണക്കമല്ല. അത് കാലങ്ങളായി ബംഗാളിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രതിസന്ധിയെ ഇവിടെ ഒരു കൾമിനേഷനായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഒരു 4 തുടർഭരണങ്ങൾക്ക് ശേഷം 4 തവണ 77 മുതൽ ജയിച്ചു വരുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തോട് ബംഗാളിലെ കോൺഗ്രസ് അതിനെ നേരിടുന്നതിൽ പരാജയപ്പെടുന്നു. അതിനോട് സന്ധി ചെയ്തിരിക്കുന്നു. അതുമായി ഒത്തുതീർപ്പിലെത്തിപ്പോകുന്നു. കോൺഗ്രസിന്റെ വളരെ മൃദുവായൊരു ഏതാണ്ട് ഇതൊരു പെർമനന്റ് ആയ അവസ്ഥയാണ് എന്ന് കോൺഗ്രസ് അംഗീകരിച്ച് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇത് പോരാ, ഇതിനെ നേരിടണം എന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും നിലവിലുള്ള കോൺഗ്രസ്സിന് അത് സാധ്യമല്ല എന്ന് അണികളെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് 1998 പുതുവർഷ ദിനത്തിലാണ് അവർ TMC പ്രഖ്യാപിച്ചു പോകുന്നത്. അതിൽ വരുമ്പോൾ ഒരു കൗതുകം കൂടെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്താകുന്നതിന് തൊട്ട് മുമ്പ് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം നടക്കുന്നുണ്ട്. ആ സമരത്തെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് വലിയ തോതിൽ നേരിടുന്നുണ്ട്. വലിയ ലാത്തിചാർജ് നടക്കുന്നു. ആ ലാത്തിചാർജിൽ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുന്നു. ഗുരുതരമായ പരിക്ക് പറ്റിയ ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പിറകെ വലിയൊരു പ്രതിഷേധത്തിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു ആഹ്വാനം കൊടുക്കുന്നു. അതിനെ അന്നത്തെ അവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ്
തള്ളിപ്പറയുന്നു. കോൺഗ്രസ് അതിന് കേപ്പബിൾ ആയിരുന്നില്ല. അവരിങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ അനുവദിക്കുന്നില്ല മമതാ ബാനർജി. ഈ ഘട്ടത്തിലാണ് അവർ വലിയ പരസ്യ പ്രതിഷേധവുമായി. അതേസമയം യുവാക്കളായ കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കൾ മുഴുവൻ മമതാ ബാനർജിയോടൊപ്പം പോകുന്നു. അങ്ങനെയാണ് 98-ൽ അവർ മാറിപ്പോയി. അതിനുശേഷം അവർ CPIM-നെയും ഇടതുപക്ഷത്തെയും നേരിട്ട് വളർന്നു വരികയാണ് ചെയ്തത്. ഗ്രൗണ്ടിൽ, സ്ട്രീറ്റിൽ നേരിട്ട് വളർന്നു വരികയാണ് ചെയ്തത്. അതിനുശേഷം അവർ BJPയുടെ ഒരു ബംഗാൾ പിടിക്കാനുള്ള ശ്രമത്തെയും മമതാ ബാനർജി യഥാർത്ഥത്തിൽ ഫിസിക്കലി നേരിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു നേതാവിൻ്റെ കുറവ് യഥാർത്ഥത്തിൽ നമുക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃനിരയിൽ കാണാം. ആ തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ മമതാ ബാനർജി, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, അതുപോലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഇടയ്ക്ക് ജയറാം രമേശ്, ഇടയ്ക്ക് പവൻ ഖേര, ഇടയ്ക്ക് അഭിഷേക് മനു സിംഗ്വി, ഇടയ്ക്ക് ശശി തരൂർ, ഇങ്ങനെ ഒരു 10 പേരുടെ പേരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലീഡർഷിപ്പിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ഓർത്ത് പറയാൻ പാകത്തുള്ള ഒരു പേര്, ഒരു ആക്ടിവിസ്റ്റ് സ്വഭാവമുള്ളവർ, നമ്മളുടെ ജയറാം രമേശിനെ പോലുള്ളവർ, എഴുത്തുകാർ, അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന വക്കീലന്മാർ, അക്കാഡമിക്, ഇതാണ് കോൺഗ്രസിൻ്റെ നേതൃനിലയിലുള്ള പ്രൊഫൈൽ. അതല്ലാതെ മമതാ ബാനർജിയുടെ സ്റ്റാച്ചറിലുള്ള ഏറ്റവും അടിത്തട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നേതൃനിരയിൽ നിന്ന ഒരു നേതാവിൻ്റെ കുറവ് യഥാർത്ഥത്തിൽ ഉണ്ട്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ നിലവിൽ അത്തരത്തിലുള്ള നേതാവ്, ഏറ്റവും പ്രധാന നേതാവ് KC വേണുഗോപാലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മമതാ ബാനർജി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ അവരോടൊപ്പമുള്ള വളരെ ലൈംലൈറ്റിലുള്ള ചില നേതാക്കൾ കൂടിയുണ്ട്. അവരോടൊപ്പം മമതാ ബാനർജി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായും അത് ദേശീയ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വളരെ ഗുണകരമായ കാര്യമാണ് എന്ന് തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് തിരിച്ചു പറയുന്ന ഒരു പ്രശ്നം, RSS ഐഡിയോളജിക്കെതിരെ കൺസിസ്റ്റൻ്റായി പോരാടിയത് ഞങ്ങളാണ്, ഞങ്ങൾ തന്നെ അത് തുടരാം എന്ന് പറയുന്നതിൽ ഒരു സാങ്കത്യമുണ്ട്. കാരണം ഈ ഇടതുപക്ഷത്തെ നേരിടാനാണെങ്കിലും ബംഗാളിലെ നിലനിൽപ്പിൻ്റെ ആണെങ്കിലും മമതാ ബാനർജി പല ഘട്ടങ്ങളിലായി പൊളിറ്റിക്കൽ ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അവർ BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. UPAയിലുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ 2 തവണ അവർ സഖ്യകക്ഷിയായിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. വാജ്പേയി മന്ത്രിസഭയിൽ അംഗവുമായിരുന്നു. റെയിൽവേ വകുപ്പിന്റെയും കോളിന്റെയൊക്കെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു, ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയോളജിക്കലായ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നത് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗ്രൗണ്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്നതിൽ മമതാ ബാനർജിയെ വെല്ലാവുന്ന ഒരു നേതാവ് ഇന്ത്യയിൽ തന്നെ. ഈ ഗ്രൗണ്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോഴേ ഞാൻ അതിനകത്തൊരു പാരലൽ പറയാം. അതായത് ഇപ്പോൾ മമത 1998-ൽ TMC രൂപീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും CPM-നെതിരെയും വലിയ പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്നതിൻ്റെ ഇടയിലാണ് ഈ സിംഗൂർ നന്ദിഗ്രാം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. സിംഗൂരിൽ ടാറ്റയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നു, നന്ദിഗ്രാമിൽ കെമിക്കൽ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നു. ഇതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരുന്നു. ഇതൊരു പോയിൻ്റാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ലീഡർഷിപ്പിൻ്റെ, ആ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് പെട്ടെന്ന് എത്താനും അതിനെ ഒരു മൂവ്മെൻ്റ് ആക്കി വളർത്തിക്കൊണ്ടുവരാനും മമത കാണിച്ച ഒരു മിടുക്കുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് അവിടെ 2011-ൽ LF-ന് CPM-ന് അവിടെ ഭരണം നഷ്ടമാകുന്നത്. സമാനമായൊരു സംഗതി നമ്മൾ ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ മമതയെ പോലൊരാൾ, ഗ്രൗണ്ടിൻ്റെ പൾസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നീറ്റ് പരീക്ഷ ചോദ്യം ചോരുന്നു, നീറ്റ് പരീക്ഷ എഴുതി ഈ റിസൾട്ട് വന്നതിന് ശേഷം ചോദ്യം ചോർന്നതിൽ മനംനൊന്ത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, CBSE പരീക്ഷയിൽ ക്രമക്കേടുണ്ടാകുന്നു, പൊതു പ്രവേശന പരീക്ഷ സർവകലാശാലകൾ അതിൽ ക്രമക്കേടുണ്ടാകുന്നു. രാജ്യത്തെ ഈ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ വലിയ തോതിലുള്ള ഒരു അസ്വസ്ഥതയിലോ അമർഷത്തിലോ നിൽക്കുമ്പോൾ ഇത് ടാപ്പ് ചെയ്യാൻ പാകത്തിൽ തെരുവിലിറങ്ങുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. മമതയായിരുന്നു ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മോമെന്റിനെ ടാപ്പ് ചെയ്യാൻ ഒരുപക്ഷെ. അതാണ് ഞാൻ പറഞ്ഞത്. കോളേജ് യൂണിയന്റെ പരിപാടികളിലും ടൗൺ ഹാളുകളിലും പോഡ്കാസ്റ്റുകളിലും ഇതിനെ നേരിടുക എന്നതിനപ്പുറത്തേക്ക് തെരുവിൽ ഇതിനെ നേരിടുക എന്നതിലേക്ക് കോൺഗ്രസ്സിന് പോകാൻ കഴിയുന്നില്ല. അതിനടിസ്ഥാനപരമായ വാക്വം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ളൊരു നേതാവിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള നേതാക്കന്മാരുടെ കുറവാണ്. കോൺഗ്രസ്സിന് സംസ്ഥാന തലത്തിൽ അത്തരത്തിലുള്ള നേതാക്കന്മാരുണ്ടാവും, പക്ഷേ ദേശീയ തലത്തിൽ ആ വിധത്തിലുള്ള നേതാക്കളില്ല എന്നതാണ്. ഒരു ഘട്ടത്തിൽ മമതാ ബാനർജി, നിങ്ങൾ ബംഗാളിൽ എന്നെ ഫിനിഷ് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ ദേശീയ തലത്തിൽ ഞാൻ ഡൽഹിയിൽ നിങ്ങൾ അത് അനുഭവിക്കും എന്ന് മമതാ ബാനർജി നേരത്തെ പറഞ്ഞിരുന്നു. അവരുടെ നിസ്സഹായാവസ്ഥയിലും പരാജയത്തിലുമാണ് അവർ സോണിയാഗാന്ധിയെ ആശ്ലേഷിക്കാൻ ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങിലേക്ക് വന്നത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞാനതിനെ കാണുന്നത് പക്ഷേ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള അവരുടെ കയ്യൊതുക്കം
എന്നതാണ്. പരാജയത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഏറ്റവും അവസാനത്തെ പടിയിൽ നിൽക്കുമ്പോഴും അവർ അതിനെ നേരിടാൻ തയ്യാറായി ഏറ്റവും പ്രാക്ടിക്കലായ വഴിയിലേക്ക് ചിന്തിക്കുകയും ആ വഴി തേടുകയും ചെയ്യുന്നു എന്നതാണ് അതിലെ എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയാണ്. കോൺഗ്രസ് പറയുന്ന ഈ പ്രശ്നം ഉണ്ടാകുമായിരിക്കാം. കോൺഗ്രസിന് ആളുകളെ, പുതിയ പാർട്ടികളെയൊക്കെ അക്കമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നേരത്തെ പിരിഞ്ഞു പോയ ആളുകളാണെങ്കിൽ കൂടി തിരിച്ച് അക്കമഡേറ്റ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഈ അക്കമഡേഷൻ എന്നതാണൊരു യഥാർത്ഥത്തിൽ അതിലാണ് അവരുടെ പ്രയോറിറ്റി വരിക. BJPയെ നേരിടുക എന്നതിനേക്കാൾ വ്യക്തികളുടെ അക്കമഡേഷൻ എന്നതായിരിക്കും. വ്യക്തികളുടെ അക്കമഡേഷൻ എന്ന് പറയുമ്പോഴേ നമ്മളൊരു പോസിബിൾ സിനാരിയോ ആലോചിച്ച് നോക്കുക. അപ്പോൾ മമതാ ബാനർജി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു. അവർക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഒരു പൊസിഷൻ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം നിലവിൽ കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിൽ വലിയ പൊസിഷൻസ് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും പ്രസക്തി ഒരു പക്ഷേ ഒരു 6 മാസത്തിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയതിന് ശേഷം രാജ്യത്ത് 2024 നരേന്ദ്രമോദി വീണ്ടും ചെറിയ ഭൂരിപക്ഷത്തോടെ മാത്രം, അല്ലെങ്കിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ സഖ്യം രൂപീകരിച്ച് അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യ കൂടി, കോൺഗ്രസിൻ്റെ തന്നെ അംഗസംഖ്യ കൂടി. എന്നിട്ട് പോലും നരേന്ദ്രമോദി സർക്കാരിനെയോ BJPയെയോ തെരുവിൽ നേരിടാനോ ഒരു എഫക്റ്റീവ് പ്രതിപക്ഷമായി നിൽക്കാനോ ഈ പ്രതിപക്ഷ സഖ്യത്തിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഫയർ ബ്രാൻഡ് പോലെയുള്ളൊരു ലീഡർ അവിടെ ഉണ്ടാവുകയും അവർ ഗ്രൗണ്ടിലെ വിഷയങ്ങളിൽ ഇടപെടാൻ തീരുമാനിക്കുകയും ചില പ്രശ്നങ്ങളിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകാൻ തെരുവിലിറങ്ങുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിലിരിക്കുന്ന പലർക്കും അവരുടെ പൊസിഷൻസിൽ ഒരുപക്ഷെ ദീർഘകാലം ഇരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം. കോൺഗ്രസ് പാർട്ടിയുടെ പ്രൊഫൈലിന് വ്യത്യാസമുണ്ടാകും. അതിൻ്റെ ലീഡർഷിപ്പിൻ്റെ പ്രൊഫൈലിൽ വലിയ വ്യത്യാസമുണ്ടാകും. ഒരുപക്ഷെ അതായിരിക്കാം ഇത്തരമൊരു സാഹചര്യത്തെ കോൺഗ്രസ് വളരെ ഒരു ഉന്മേഷത്തോടു കൂടി അതിനെ എടുക്കാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. അതാണ് അതിലെ പ്രതിസന്ധിയായി നിൽക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു മുന്നിലുള്ള തടസ്സമായി നിൽക്കാൻ പോകുന്നത് അതാണ്. റൈറ്റ്. ഈ TMCയുടെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ TMC ആസ് സച്ച് ഇപ്പം 58 MLA അപ്പുറത്താണ്, വിമതപക്ഷത്താണ്. 20 MP അപ്പുറത്തെ പക്ഷത്തേക്ക്, വിമതപക്ഷത്തേക്ക് പോകും എന്ന് കേൾക്കുന്നുണ്ട്. അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. മമതയുമായി വളരെ അടുപ്പം സൂക്ഷിച്ചത് ഇപ്പോൾ സുഷ്മിതാ ദേവിനെ പോലെ കോൺഗ്രസിൻ്റെ ലീഡറായിരുന്നു ആസാമിൽ. അവരവിടെ ലോക്സഭാ അംഗമായിരുന്നു. തോൽവിക്ക് ശേഷം അവർ കോൺഗ്രസ് വിട്ടു വരുമ്പോൾ മമത സ്വീകരിക്കുന്നു, മമത രാജ്യസഭ അംഗമാക്കുന്നു, പാർട്ടിയിൽ വലിയ പൊസിഷൻ കൊടുക്കുന്നു. മമതയുമായി വളരെ അടുപ്പമുണ്ടായ നേതാവായിട്ട് അവർ പിന്നീട് മാറുന്നു. പക്ഷേ അവർ രാജിവെച്ച് നേരെ പോയി ഹിമന്ത ബിശ്വ ശർമ്മയെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുകൾ അവരെ വളരെ വലിയ തോതിൽ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ TMC എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ മമതയുടെ കയ്യിൽ നിന്ന് പോകാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. മമതയെ സംബന്ധിച്ച് അഭിഷേക് ബാനർജി എന്ന് പറയുന്ന അവരുടെ മരുമകനെ പാർട്ടിയുടെ സെക്കൻഡ് സുപ്രീമോ ആക്കി വളർത്തിക്കൊണ്ടുവരാൻ അവർ നടത്തിയ ശ്രമം, പാർട്ടി ഘടനയിൽ ഓവർ എ പീരീഡ് അഭിഷേക് ബാനർജി ഉണ്ടാക്കിയെടുത്തൊരു സ്വാധീനം, 2ാം സ്ഥാനത്ത് അഭിഷേക് ബാനർജിയാണ് എന്നത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട ഒരു അവസ്ഥ, ഇതിലൊക്കെ അസ്വസ്ഥരായ നേതാക്കൾ വളരെ പെട്ടെന്ന് ഒരു പരാജയത്തിൻ്റെ അവസരം ഉപയോഗപ്പെടുത്തി സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നവും കൂടി അവിടെയുണ്ട്. TMC ഇല്ലാതാകുന്നു മമതയുടെ കയ്യിൽ എന്ന് വന്നാൽ ഈ പറഞ്ഞ ഓരോ ഓപ്ഷനും മമതയുടെ മുമ്പിൽ ഉണ്ടാവാത്തൊരവസ്ഥ വരും. ഇപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക. ഇത്തരം ഓപ്ഷൻസ് ഒക്കെ വളരെ റിമോട്ടായിട്ടുള്ള ചാൻസ് ആയിട്ട് TMC നഷ്ടപ്പെട്ടു പോയി. TMC നഷ്ടപ്പെടും മമതയുടെ കയ്യിൽ നിന്ന് എന്ന് പറയാൻ കഴിയില്ല. TMC അതിൻ്റെ ഒരു മെലിഞ്ഞ രൂപത്തിൽ മമതയുടെ കയ്യിൽ ഉണ്ടാകുമായിരിക്കാം. കോൺഗ്രസ്സിലേക്ക് പോവുകയാണെങ്കിൽ അതേസമയം ബംഗാളിൽ ഇപ്പോഴും കോൺഗ്രസും TMCയും ചേർന്നാൽ അതിലെ ഏറ്റവും അടിത്തട്ടിൽ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ ഒത്തുചേരായിക പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ മമതാ ബാനർജിക്ക് ഇപ്പോഴും ബംഗാളിൽ ജനകീയമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിൽ, ബംഗാളിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ആ ഏരിയയിൽ ഒന്നാകെ കുറെ കൂടി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഉള്ള ഒരു സാധ്യത ഇപ്പോഴും തെളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ്. ഈ ബംഗാൾ നമ്മളെടുത്താലേ, ബംഗാളിൽ ഇപ്പോൾ മമത CPMനെതിരെ അല്ലെങ്കിൽ ലെഫ്റ്റ് ഫ്രണ്ടിനെതിരെ എത്രത്തോളം വലിയ സമരമാണോ നടത്തിയത്, ഏതാണ്ട് സമാനമായ അത്രയും കർക്കശമായ നിലപാട് തന്നെയാണ് ബംഗാളിലെ കോൺഗ്രസിനോടും കോൺഗ്രസ് ലീഡർഷിപ്പിനോടും മമത ഇക്കാലം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ആദിർ രഞ്ജൻ ചൗധരിയെ പോലെ കോൺഗ്രസിൻ്റെ ഒരു ലീഡറെ അവർ വലിയ തോതിലൊന്നും വകവെച്ചു കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, മറ്റു ഇപ്പോൾ പ്രണബ് മുഖർജിയെ പോലെ വലിയ നേതാക്കളുണ്ടായിരുന്നല്ലോ, പ്രിയരഞ്ജൻ ദാസ് മുൻഷിയെ പോലെയൊക്കെയുള്ള വലിയ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഒന്നും മുഖവിലേക്ക് എടുക്കാൻ മമത തയ്യാറായിട്ടില്ല. ഈ ഒരു പ്രോബ്ലം
അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിൻ്റെ ബംഗാൾ ഘടകത്തെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ മമതയെ അക്കോമഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്ന് പറയുന്നതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ സ്വീകരിക്കുക പ്രയാസമായിരിക്കാം. പക്ഷേ ഒരു ദേശീയ തലത്തിലുള്ള അക്കോമഡേഷനാണ് നടക്കുന്നതെങ്കിൽ മമത ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ബംഗാൾ കൂടി ചേർത്ത് പിടിച്ചു പോവുക എന്ന ഒരു ഫോർമുലയാണ് രൂപപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ അതിന് സാധ്യതയുണ്ട്. മമതാ ബാനർജി ഈ വരുന്നത് നേതൃതലത്തിൽ ബംഗാളിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടുക എന്നത് അത്രമാത്രം പ്രധാനപ്പെട്ടൊരു കാര്യമായി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായ തടസ്സമായി തീരാൻ നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മമതാ ബാനർജി വരുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലെ ആളുകളിലുണ്ടാകാവുന്ന ചലനം, വ്യത്യാസങ്ങൾ, അതിൻ്റെ ഒരു പ്രധാന മുഖം മമതയായി തീരും എന്ന പേടി, ഇതെല്ലാമായിരിക്കും അതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് മമതാ ബാനർജി കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അത് വലിയ തോതിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. റൈറ്റ്. എന്തായാലും ബംഗാളിൽ നിങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിന് നിങ്ങൾക്ക് തിരിച്ചടി ഡൽഹിയിൽ കിട്ടും എന്നാണ് പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ആദ്യമായി പ്രതികരിക്കുമ്പോൾ മമതാ ബാനർജി മാധ്യമങ്ങളോട് പറഞ്ഞത്. കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവാണോ, കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ കൂടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റാൻ ഉള്ള അവരുടെ ശ്രമമാണോ, എന്തായിരിക്കും സംഭവിക്കുക? എന്തായാലും മമതാ ബാനർജി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അപകടമായിരിക്കും, അല്ലെങ്കിൽ അത് അബദ്ധമായിരിക്കും. ഏത് നിമിഷവും തിരിച്ചു വരാൻ പാകത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി അവർ മുൻകാലത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകാലത്തുള്ള മമതയല്ല ഇപ്പോൾ ഉള്ളത്. അവരുടെ പ്രായം മാറിയിരിക്കുന്നു, അവരുടെ രാഷ്ട്രീയ ശക്തി കുറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും തിരിച്ചു വരാൻ മമതയ്ക്ക് കഴിയുമോ? അത് കോൺഗ്രസിലൂടെ ആയിരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.